ഈ വ്യാജ വാർത്തകളെക്കുറിച്ച് വളരെ സങ്കീർണമായ ഒരു കാലത്ത് ഇങ്ങനെ വ്യാജ വാർത്തകൾ പെരുകുന്നത് ഒട്ടും ഗുണകരമല്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത്തരം വാർത്തകളെന്ന് സംശയം തോന്നുന്ന ആളുകൾ ഉണ്ടാകാം. അവർക്ക് മുമ്പിലേക്ക് ചില സാമ്പിളുകൾ മാത്രമാണ്. എന്തായിരുന്നു എന്നുള്ളതല്ല, എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ശരിക്കും അതിന് ശരി. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നലെ ഒരു രാത്രി കൊണ്ട് പ്രചരിപ്പിച്ച വ്യാജ വാർത്തകൾ എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഗുണ്ടെന്ന് തന്നെ വേണേൽ പറയല്ലേ, കറാച്ചി തുറമുഖം ഇന്ത്യ തകർത്തു എന്ന തരത്തിലാണ് വലിയൊരു വാർത്ത കയറി വന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് വന്നതിൻ്റെ ഒരു വാർത്തയുടെ ഒരു സ്വഭാവമാണ്. ഇതായിരുന്നു ഒന്നാമത്തെ വ്യാജ വാർത്ത. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ഇന്ത്യ തകർത്തു എന്ന നിലയിലാണ് വന്നത്. പക്ഷേ അതിന് പകരം അങ്ങനെ ഇന്ത്യ തകർത്തു എന്നുള്ള ഒപ്പം കൊണ്ടുവന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഫിലാഡൽഫിയയിലെ ഒരു വിമാനാപകടത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പോലും ഈ കാര്യം സൈന്യം അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുമ്പോൾ സൈന്യം തുറമുഖം തകർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യാജ വാർത്ത വന്നു. രണ്ടാമതായി വന്നത് ജലന്ധറിൽ പാകിസ്ഥാൻ ഒരു ചാവേർ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ശരത്തൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് എത്രമാത്രം, കാരണം നമുക്ക് അപ്പോൾ വരുന്ന വാർത്ത എന്താണ്, ഈ പാകിസ്ഥാന്റെ എല്ലാ ഡ്രോൺ ആക്രമണങ്ങളെയും മിസൈൽ ആക്രമണങ്ങളെയും ഒക്കെ ഇന്ത്യ ഇങ്ങനെ ശക്തമായി ചേർക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോഴാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ജലന്ധറിലൊക്കെ എന്തുമാത്രം മലയാളി കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട വീട്ടുകാരുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തെറ്റായ വാർത്തകൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്ത് തരത്തിലാണ്? അത് ഞാൻ പറഞ്ഞത് നമ്മളൊരു ആശ്വാസത്തുരത്തിൽ നിൽക്കുകയാണ്. സൈന്യം ഇങ്ങനെ എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നു, ഡ്രോണിനെയും മിസൈലിനെയും ഒക്കെ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഒരു ചാവേർ ആക്രമണം നടന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചാവേർ ആക്രമണം നടന്നു എന്ന മട്ടിൽ പ്രചരിപ്പിച്ചത്. സൈന്യം എന്ന് പറയുന്നത് മനുഷ്യരാണ്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങൾ അടക്കം ആശങ്കയോടെ കഴിയുമ്പോഴാണ് ഈ നാട്ടിലേക്ക് പാകിസ്ഥാൻ കയറി ഇങ്ങനെ ചാവേർ ആക്രമണമൊക്കെ നടത്തി എന്നൊക്കെ തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ വാർത്തകൾ ഇങ്ങനെ കൊടുക്കുന്നു, വ്യാജ വാർത്തകൾ കൊടുക്കുന്നു. അതിന്റെ ഒരു അപകടത്തെ ചൂണ്ടിക്കാട്ടാൻ മുന്നോട്ട് വെക്കുന്ന ചില സൂചനകൾ മാത്രമാണ്. ഇന്തോനേഷ്യയിലെ ഒരു ആശുപത്രിയിൽ പണ്ടെങ്ങോ നടന്നൊരു മിസൈൽ ആക്രമണമാണ് ഇങ്ങനെ ജലന്ധറിലെ ചാവേർ ആക്രമണം എന്ന് പറഞ്ഞ് കണ്ടത്. അടുത്തത് ഗുജറാത്തിലെ ഹസ്ര തുറമുഖം പാകിസ്ഥാൻ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു അടുത്തത്. അതിനും ദൃശ്യങ്ങൾ, അതിന് സാധൂകരിക്കാനായി നൽകിയ ദൃശ്യങ്ങൾ എന്നാൽ 2021 ജൂലൈ 7 നടന്ന ഓയിൽ ടാങ്കർ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഗുജറാത്തിലെ ഹസ്ര തുറമുഖം ആക്രമിച്ചു പാകിസ്ഥാൻ എന്ന തരത്തിലേക്ക് വന്ന പ്രചാരണം. അതിനും മുമ്പ് നമ്മൾ പറഞ്ഞു, അതുപോലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു പൂട്ടി എന്ന തരത്തിലേക്ക് പൊടുന്നനവെ ഒരു വാർത്ത വലിയ തരത്തിൽ പ്രചരിച്ചു. ഇത് ഇൻഫർമേഷനും കൂടിയാണല്ലോ അല്ലേ ആളുകൾ. അപ്പോൾ അങ്ങനെ പ്രചരിച്ചു. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് അറിയാവുന്നത് പോലെ എയർപോർട്ടുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ചില എയർപോർട്ടുകൾ അടച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് രാജ്യത്താകെ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പറയുന്നതോടെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലൊക്കെ, നമ്മുടെ ഈ കേരളത്തിലൊക്കെ അത് ഉണ്ടാക്കുന്ന ഒരു ആഘാതത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും ആശങ്കയെക്കുറിച്ചും ചിന്തിക്കേണ്ടേ. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വലിയ റോളുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വ്യാജമായിട്ടുള്ള വിവരങ്ങൾ അതിനെ പിൻപറ്റിയാണ്, ആധാരമാക്കിയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതെല്ലാം ഏതാണ്ട് ശരിയാണ് എന്ന മട്ടിലേക്ക് വാർത്തകളായി ആധികാരികത ചമച്ചുകൊണ്ട് ജനങ്ങളിൽ എത്തിച്ചത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലും അപകടകരമായ ഒരു പ്രവണത ഇത്തരം വ്യാജം പ്രചരിപ്പിക്കുന്നതിലുണ്ട്. അതിനെ ഏറ്റെടുക്കുന്ന മാധ്യമങ്ങൾ ചെന്ന് ചാടുന്ന അപകടം എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പൊതുവിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാറി നിന്ന് പറയുകയല്ല, ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ അതെ, ഒരുപാട്. അതെ ഞാൻ പറഞ്ഞത്, ശരത്ത് ചിലത് എന്ന് പറയുമ്പോൾ ചിലതല്ല, ഒരു കൂട്ടമായിരുന്നു. അപ്പോൾ അടുത്തത് അമൃത്സറിലെ മിലിറ്ററി ബേസ് ബോംബിട്ട് തകർത്തു എന്ന് അത് പാക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അന്നും അതിന് പകരമായി പ്രചരിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് ഒരു മിലിറ്ററി ബേസ് ബോംബിട്ട് തകർത്തു എന്നുള്ള പേരിൽ പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അതിന്റെ. ഏതാണ്ട് ഭീകരാക്രമണത്തിന് സമാനമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് പലയിടത്തും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ജമ്മു എയർബേസ് ആണ്. ജമ്മു എയർബേസ് ബോംബിട്ട് തകർത്തു എന്ന നിലയിലും ചില വ്യാജ പ്രചാരണങ്ങൾ വന്നിരുന്നു. അതിന് പകരമായി കാണിച്ചത് കാബൂൾ എയർപോർട്ടിൽ മുമ്പുണ്ടായ ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെയും ആ മണിക്കൂറുകളിൽ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായി. പക്ഷേ എങ്കിൽ പോലും വലിയ ആശങ്ക പരത്താനായി ഈ ദൃശ്യങ്ങളും ഈ വ്യാജ വാർത്തകളും ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.